ഫ്രണ്ട്സ് നമസ്കാരം, വെൽക്കം ടു നീതു ഇൻഡോ-ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഇറ്റാലിയൻ ഡിഷൊന്നും അല്ല കേട്ടോ, മലയാളം ഡിഷാണേ. അപ്പം നമ്മുടെ നാട്ടിലെ ഡിഷ് തന്നെ അതൊന്ന് ഇച്ചിരി മോഡിഫൈ ചെയ്ത്, മറ്റൊന്നുമല്ല പുളിശ്ശേരി, ആപ്പിൾ പുളിശ്ശേരിയാക്കി. മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അപ്പം ഞാൻ ഓർത്തു ഇവിടെ ഇഷ്ടം പോലെ കിട്ടും ആപ്പിൾ. അപ്പം ഞാൻ ഒത്തിരി പട്ടം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമല്ലോ. അതിനാവശ്യമായ സാധനങ്ങൾ: തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് ഒരെണ്ണം, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു വെളുത്തുള്ളി കഷ്ണം ചെറുതായി അരിഞ്ഞത്, 2 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഇതിന് കരിയാപ്പിലാണ്. ഇത് കറി വെച്ചെടുക്കുന്നതിന് വേണ്ടി ഓയിൽ വേണം, തൈര് വേണം, പിന്നെ ആവശ്യത്തിന് ചേർക്കാൻ ഉപ്പ് വേണം. പിന്നെ ഇത് കടുക് താളിക്കുമ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 2 നുള്ള ഉലുവാപ്പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി. ഇത്രയും. നമുക്കിത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകാം. പാത്രം ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിലേക്ക് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആഡ് ചെയ്യാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്തു. ഇതിലേക്ക് പച്ചമുളക് ഇടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കരിയാപ്പിലയും ഇട്ട് കൊടുക്കാം. കയ്യിലുള്ള വറ്റൽമുളക് കൂടെ പൊട്ടിച്ചിട്ടേക്കാം. കാരണം അത് ഗാർണിഷ് ചെയ്യുമ്പോൾ കിടക്കുന്ന കാണാൻ നല്ല രസം. നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾ പൊടി ഒന്നിടാം. മഞ്ഞളൊന്ന് മൂക്കട്ടെ. മഞ്ഞളിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറുന്നിടം വരെ അതൊന്ന് മൂക്കട്ടെ. മഞ്ഞളൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുളകിടാം. ജീരകപ്പൊടിയും ഉലുവാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആപ്പിള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിള് ഈ ആപ്പിള് വേകാനായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചു. ഇതൊന്ന് അടങ്ങിയിരുന്നൊന്ന് വേകട്ടെ. ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് കിട്ടണം. നമ്മൾ വെച്ചിരുന്ന ആപ്പിള് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒത്തിരി വെന്തുടയാനൊന്നും പോകണ്ട, കാരണം ആപ്പിളല്ലേ, അത് കഴിക്കാനും നല്ലതാണല്ലോ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്യാസ് സ്ലിമ്മിലോട്ട് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദേറും ആപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് സ്ഥിരമായിട്ട് ഇവിടെ ട്രൈ ചെയ്യാറുള്ളതാണ്. നിങ്ങളും ട്രൈ ചെയ്തിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുതേ. അപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വെറൈറ്റി ഡിഷുമായി വരുന്നിടവരെ എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.